എല്ലാവർക്കും നമസ്കാരം. SP ഫോട്ടോക്കിന്റെ പുതിയൊരു വീഡിയോയിലോട്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ പറയാൻ പോകുന്നത് വെച്ചാൽ ഇന്നത്തെ മത്സരം നമ്മുടെ ഡൽഹി വേഴ്സസ് രാജസ്ഥാൻ റോയൽസ് തമ്മിലുള്ള മത്സരത്തിന്റെ പ്രിവ്യൂസും പ്രഡിക്ഷൻസും ആണ്. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് പറ്റിയ കുറച്ച് അഡീഷണൽ ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. എങ്ങനെ നമുക്ക് ഡ്രീമിലൊരു ടീം ഇട്ടാൽ വിൻ ചെയ്യാൻ പറ്റും, ഏത് രീതിക്ക് നിങ്ങൾ ടീം ഇടണം എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. സോ അതുപോലെ തന്നെ ഇതുവരെ നിങ്ങൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇവിടെയാണ് നമ്മളെ ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറുള്ളത്. ഇതുവരെ കയറി ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും കയറി ജോയിൻ ആവാൻ ശ്രമിക്കുക. കാരണം നമ്മൾ ഇടുന്ന ടീമൊക്കെ അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആണെന്നായിരിക്കും, നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റബിളും ആയിരിക്കും കേട്ടോ. സോ ഇതുവരെ കയറി ജോയിൻ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ മെമ്പേഴ്സ് ഗ്രൂപ്പ് ഉണ്ട്. മെമ്പേഴ്സ് ഗ്രൂപ്പിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ഇവിടെ മസ്റ്റായിട്ട് തന്നെ കയറാൻ ശ്രമിക്കുക. ഓക്കെ, ബാക്ക് ടു പ്രിവ്യൂലോട്ട് വരുന്ന സമയത്ത് ഇന്നത്തെ മത്സരം നമ്മുടെ ഡൽഹി വേഴ്സസ് രാജസ്ഥാൻ റോയൽസ് തമ്മിലുള്ള മത്സരം നടക്കുന്നത് മെയ് 6-ാം തീയതി കൃത്യം 7:30 കേട്ടോ. മെയ് 7-ാം തീയതി കൃത്യം 7:30 ഒരു കൺഫ്യൂഷൻ വന്നു. ഞാൻ ഡേറ്റ് നോക്കിയപ്പോൾ പെട്ടെ ഇന്ന് 6-ാം തീയതി അല്ലേ, ഇത് എന്തുവാന്ന് വെച്ചാൽ 7-ാം തീയതി കൃത്യം 7:30 അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത്. മത്സരം നടക്കുന്ന അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം നമ്മുടെ ഡൽഹിയുടെ ഹോം ഗ്രൗണ്ടിലാണ്. സോ മത്സരത്തെ പറ്റിയുള്ള കുറച്ച് ടാറ്റിക്സും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരു ടീമുകളും ഇപ്പോൾ പൊസിഷൻ നോക്കണം. ഏകദേശം രാജസ്ഥാൻ്റെ കാര്യം കൺഫേംഡ് ആണ്. രാജസ്ഥാൻ ഐ തിങ്ക് പ്ലേ ഓഫിൽ കയറുമെന്ന് തോന്നുന്നു. 16 പോയിൻ്റ് ആയില്ലേ ഇങ്ങോട്ട്. രാജസ്ഥാൻ ഓൾറെഡി ക്വാളിഫൈഡ് ആണ്. അതുപോലെ തന്നെ KKRും ക്വാളിഫൈ ആയി. ദെൻ അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മുടെ രാജസ്ഥാൻ കയറി ഡൽഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 മത്സരങ്ങളിൽ നിന്ന് 5 മത്സരം മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. ഇനിയുള്ള 3 മത്സരങ്ങളും വിൻ ചെയ്താൽ മാത്രമേ അവർക്ക് ചാൻസ് ഉള്ളൂ കയറാനായിട്ട്. പക്ഷേ ബാക്കിയുള്ള ടീമുകൾ അതിനോടൊപ്പം തോൽക്കുകയും വേണം. ഈ മുകളിൽ 3 ടീം 12 പോയിൻ്റുമായിട്ട് നിൽക്കുന്ന ടീമുകളൊക്കെ തോക്കുകയും വേണം. അതിനോടൊപ്പം നമ്മുടെ ഡൽഹി അടുത്ത 3 മത്സരം ജയിക്കുകയും വേണം. എന്നാൽ മാത്രമേ നമ്മുടെ ഡൽഹിക്ക് കയറാൻ പറ്റുള്ളൂ. രാജസ്ഥാൻ അങ്ങനെയല്ല, ഒരു മത്സരം കൂടെ ജയിച്ചു കഴിഞ്ഞാൽ അവർ ഏകദേശം സേഫായി. പിന്നെ എന്തായാലും ക്വാളിഫൈഡ് ആണ്. കാരണം 16 പോയിന്റ് 18 ശരിക്കും 16 പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇനി എല്ലാവർക്കും 3 മത്സരം വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും വിന്നാവാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അപ്പോൾ ഇനി ആരുടെ മത്സരമാണെങ്കിലും CSK ആണെങ്കിൽ CSKക്ക് നല്ല സപ്പോർട്ടായിട്ട് ഇടാൻ ശ്രമിക്കുക. കാരണം CSK ജയിച്ചാൽ മാത്രമേ അവർക്ക് പ്ലേ ഓഫിലോട്ട് കയറാൻ പറ്റുള്ളൂ. സോ അപ്പോൾ അവർ അങ്ങനെ നല്ല രീതിക്ക് ആ ഒരു രീതിക്ക് കൂടെ നിങ്ങളൊന്ന് ചിന്തിച്ച് ടീം ഇട്ടതിനെ കുറച്ചുകൂടെ പ്രോഫിറ്റബിൾ ആണ് കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ ഇന്നലത്തെ മത്സരം ഏകദേശം ഞാൻ ആ ഒരു രീതിക്കാണ് നമ്മുടെ KKRനായിരുന്നു നല്ല സപ്പോർട്ടായിട്ട് ഇട്ടത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ചെന്നൈയുടെ മാച്ചിൽ ഞാൻ ചെന്നൈയിനാണ് സപ്പോർട്ടായിട്ട്, പഞ്ചാബിനല്ല ചെന്നൈയിനാണ്. അപ്പോൾ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ നടന്ന റീസെൻറ്റ് പെർഫോമൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യാം. നമ്മുടെ DC വേഴ്സസ് മുംബൈ ഇന്ത്യൻസ് തമ്മിൽ റീസെൻ്റ് ആയിട്ടൊരു മത്സരം നടന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ബാറ്റിംഗ് നമ്മുടെ DCക്ക് തന്നെയായിരുന്നു. അവർ സ്കോർ ചെയ്തത് 287 റൺസ് 4 വിക്കറ്റ് ആയിരുന്നു കേട്ടോ. ഏറ്റവും കൂടുതൽ റൺസ് എടുത്ത ഓപ്പണിംഗ് ബാറ്റ്സ്മാനായ നമ്മുടെ ജെയ്ക്ക് ഫ്രൻസറൊക്കെ ആയിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ ബാറ്റിംഗ് സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു ഗ്രൗണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടെ വിക്കറ്റ്സ് എടുത്തത് ലൂക്ക് വുഡ്, ജാസ്പ്രീത് ബുംറ, പീയൂഷ് ചോള, മുഹമ്മദ് നബി. ആകെ 2 വിക്കറ്റ് സ്പിന്നർ, 2 വിക്കറ്റ് ഫാസ്റ്റ് ബോളറാണ് എടുത്തത്. അതുപോലെ തന്നെ മുംബൈ ഇന്ത്യൻസിലോട്ട് നോക്കുന്ന സമയത്ത് ഇവിടെ റൺസ് അത്യാവശ്യം നല്ല രീതിയിൽ സ്കോർ ചെയ്തത് മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻമാരായ തിലക് വർമ്മയും ഹർദിക് പാണ്ഡ്യയും തന്നെയായിരുന്നു കേട്ടോ. ഇതിനേപോലെ തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ വിക്കറ്റ്സ് ടേക്ക് ചെയ്ത് മുകേഷ് കുമാർ 3 വിക്കറ്റ്, അതുപോലെ തന്നെ റാസിഖ് സലാം 3 വിക്കറ്റ്, ഖലീൽ അഹമ്മദ് 2 വിക്കറ്റ്. ടോട്ടലി 8 10 വിക്കറ്റ് ഫാസ്റ്റ് ബോളറും വെറും 2 വിക്കറ്റ് മാത്രമാണ് ഇവിടെ സ്പിന്നേഴ്സ് എടുത്തിട്ടുള്ളത്. സോ കൂടുതൽ ഇമ്പോർട്ടൻസ് നിങ്ങൾ ഫാസ്റ്റ് ബോളേഴ്സിനാണ് ഇവിടെ ഈ ഒരു ഗ്രൗണ്ടിൽ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ബാറ്റിംഗ് ഫ്രണ്ട്ലി സർഫസ് ആണ്. സോ നല്ല രീതിയിൽ ബാറ്റിംഗ് അഡ്വാൻറ്റേജ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല, നല്ല രീതിയിൽ ബാറ്റിംഗ് അഡ്വാൻറ്റേജ് ഉണ്ടാവും. ഇതിനേപോലെ തന്നെ വേറെ മാച്ചൊക്കെ നോക്കുന്ന സമയത്ത് നമ്മുടെ DC വേഴ്സസ് GT തമ്മിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ബാറ്റിംഗ് നമ്മുടെ DCക്കായിരുന്നു. 224 റൺസായിരുന്നു സ്കോർ ചെയ്തത്. ഇതിലും മിഡിൽ ഓർഡർ ബാറ്റിങ്ങിൽ വന്ന നമ്മുടെ അസ്തർ പട്ടേലും ഋഷഭ് പന്തും ഒക്കെ ആയിരുന്നു റൺസ് സ്കോർ ചെയ്തത്. ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തത് സന്ദീപ് വാര്യർ, ദെൻ നൂർ അഹമ്മദ്. ഇവർ 2 പേരുമാണ്. 1 വിക്കറ്റ് സ്പിന്നറും 3 വിക്കറ്റ് ഫാസ്റ്റ് ബോളറാണ് ഫസ്റ്റ് ഇന്നിങ്സ് വിക്കറ്റ്. അതുപോലെ തന്നെ റാസിഖ് സലാം 3 വിക്കറ്റ് ഈ ഒരു ഗ്രൗണ്ടിൽ തന്നെയാണ്. നോർട്ടേജ് 1 വിക്കറ്റ്, മുകേഷ് കുമാർ 1 വിക്കറ്റ്, അസ്തർ പട്ടേൽ 1 വിക്കറ്റ്, കുൽദീപ് യാദവ് 2 വിക്കറ്റ്. ഓക്കെ, ടോട്ടലി 4 വിക്കറ്റ് സ്പിന്നേഴ്സും 7 വിക്കറ്റ് ഫാസ്റ്റ് ബോളേഴ്സാണ് എടുത്തിരിക്കുന്നത്. സോ അവിടെയും കണക്ക് കൂടുതൽ ഫാസ്റ്റ് ബോളേഴ്സിന് തന്നെയാണ്. ഇതിനേപോലെ തന്നെ ഈ റാസിഖ് സലാം റീസെൻ്റ് ആയിട്ട് ഇവിടെ കളിച്ച മത്സരങ്ങളൊക്കെ നല്ല രീതിയിൽ പോയിന്റ്സ് എടുക്കുന്നുണ്ട്. സോ
ഈസ് എ കീ പ്ലെയർ ഇൻ യുവർ ഗെയിം. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തെ തീർച്ചയായിട്ടും കളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടീമിലോട്ട് ഇടുക. ഇമ്പാക്റ്റ് ആയിട്ട് സബായിട്ട് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കൂടെ ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. പിച്ച് റിപ്പോർട്ട് നോക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ ഒരു പിച്ചിൽ 200 റൺസിന് മുകളിലാണ് റൺസ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പിച്ചിൽ ഫസ്റ്റ് ഇന്നിംഗ്സ് ആവറേജ് സ്കോർ 165 ആണെങ്കിൽ റീസെൻ്റ് നടന്ന മത്സരങ്ങളൊക്കെ 200-ന് മുകളിലാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ KKR വേഴ്സസ് RR തമ്മിൽ ഉള്ള മത്സരത്തെ പറ്റി പറയുമ്പോൾ എഗെയിൻസ്റ്റ് ആയിട്ട് ഇതുവരെ 28 പ്രാവശ്യം ഏറ്റുമുട്ടിയിട്ടുണ്ട്. ഇതിൽ 13 പ്രാവശ്യം DCയും 15 പ്രാവശ്യം നമ്മുടെ രാജസ്ഥാനുമാണ് വിൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഗ്രൗണ്ടിനെ പറ്റി പറയുമ്പോൾ 3 മത്സരങ്ങളാണ് ഈ ഒരു ഗ്രൗണ്ടിൽ നടന്നിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് ബാറ്റിംഗ് ആണ് 3 മത്സരവും വിൻ ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് ഇന്നിംഗ്സ് ഫസ്റ്റ് ബാറ്റിംഗ് ആവറേജ് സ്കോർ ഈ 3 മത്സരത്തിലുള്ള ആവറേജ് സ്കോർ ആട്ടോ 249. അതുപോലെ തന്നെ സെക്കൻഡ് ഇന്നിംഗ്സ് ആവറേജ് സ്കോർ 222 ആണ്. അതുപോലെ തന്നെ ഓവറോൾ T20 റെക്കോർഡ്സ് നോക്കുന്ന സമയത്ത് ഇതുവരെ ഇവിടെ ഈ 87 മത്സരങ്ങൾ നടന്നിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് ബാറ്റിംഗ് 40 പ്രാവശ്യം, സെക്കൻഡ് ബാറ്റിംഗ് 46 പ്രാവശ്യമാണ് ജയിച്ചിട്ടുള്ളത്. ആവറേജ് ഫസ്റ്റ് ഇന്നിംഗ് സ്കോർ 165, റൺസ് പെർ ഓവർ 8 റൺസാണ് റൺ റേറ്റ് ഉള്ളത്. റൺസ് പെർ വിക്കറ്റ് 27 റൺസ് കഴിയുമ്പോൾ ഓരോ വിക്കറ്റ്സ് വീഴുന്നതാണ് ഇത്രയും നടന്ന 87 മത്സരത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ടാണിത്. ഇതിനേപോലെ തന്നെ ഹയസ്റ്റ് സ്കോർ 266 നമ്മുടെ DC വേഴ്സസ് SRH തമ്മിൽ 2024 റീസെൻ്റ് ആയിട്ട് നടന്ന പെർഫോമൻസ് തന്നെയാണ്. ലോവസ്റ്റ് സ്കോർ നോക്കുന്ന സമയത്ത് നമ്മുടെ DC വേഴ്സസ് CSK തമ്മിലായിരുന്നു, അത് 2013 കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ലാസ്റ്റ് 10 IPL മത്സരങ്ങൾ എടുത്ത് ഈ ഒരു പിച്ചത്തെ റെക്കോർഡ്സ് നോക്കുന്ന സമയത്ത് 10 മത്സരങ്ങളാണ് നടന്നിട്ടുള്ളത്. അതായത് ഈ ഒരു ലാസ്റ്റ് നടന്ന ഒരു 10 മത്സരം 2023, 22, 21, 20, 24 10 മത്സരങ്ങളുടെ റിപ്പോർട്ട്സ് ആണ്. ഫസ്റ്റ് ബാറ്റിംഗ് ഇതിൽ 9 മത്സരവും ഫസ്റ്റ് ബാറ്റിംഗ് ആണ് വിൻ ചെയ്തിട്ടുള്ളത്. ഒരു മത്സരം മാത്രമേ സെക്കൻഡ് ബാറ്റിംഗ് വിൻ ചെയ്തിട്ടുള്ളൂ. കൂടുതൽ ഇമ്പോർട്ടൻസ് അപ്പോൾ ഫസ്റ്റ് ബാറ്റിംഗുള്ള ടീമിന് കൊടുക്കാൻ ശ്രമിക്കുക നിങ്ങൾ. അതുപോലെ തന്നെ ആവറേജ് ഫസ്റ്റ് ഇന്നിംഗ് സ്കോർ 227 റൺസും ആവറേജ് ഫസ്റ്റ് ഇന്നിംഗ്സ് വിന്നിംഗ് സ്കോർ 231 ആണ്. കൂടുതലും ഫസ്റ്റ് ഇന്നിംഗ്സ് ആണ് വിൻ ചെയ്യുക എന്നാണ് ഇവിടെ പറയുന്നത്. പവർ പ്ലേയിൽ 60 റൺസ് വരെ വരാറുണ്ട്. ഡെത്ത് ഓവേഴ്സിൽ 52 റൺസ് വരെ വരാറുണ്ട്. ഡെത്ത് എന്ന് പറഞ്ഞാൽ 16, 17, 18, 19 ഇത്രയും ഓവേഴ്സാണ് ഡെത്ത് വരുന്നത്. അതുപോലെ തന്നെ പിച്ച് റിപ്പോർട്ട് പറയുമ്പോൾ 39 ഡിഗ്രി സെൽഷ്യസ് ആണ്. റെയിൻ പോസിബിലിറ്റീസോ കാര്യങ്ങളൊന്നുമില്ല. ആവറേജ് ഫസ്റ്റ് ഇന്നിംഗ് സ്കോർ 170 പക്ഷേ 170 200 വരും ഫസ്റ്റ് ഇന്നിംഗ് സ്കോർ. ഫാസ്റ്റ് ബോളേഴ്സ് 623 വിക്കറ്റ്, സ്പിൻ ബോളേഴ്സ് 306 വിക്കറ്റ്സുമാണ് ഇവിടെ ടേക്ക് ചെയ്തത്. കൂടുതൽ ഇമ്പോർട്ടൻസ് ഫാസ്റ്റ് ബോളേഴ്സിന് തന്നെയാണ് എടുത്ത് പറയുന്നുണ്ട്. സോ ആ ഒരു രീതിക്ക് തന്നെ ടീം ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. അതിന് മുന്നേ ഒരു കിഡിലൻ ആപ്ലിക്കേഷനാണ്, പുതുതായിട്ട് വന്ന ആപ്ലിക്കേഷനാണ്. ഒരുപാട് പേർക്ക് ഇത് അറിയത്തില്ല. അത് കണ്ടില്ലേ, നല്ല പൊളപ്പൻ ഓഫർ കൊടുക്കുന്ന ഒരു കിഡിലൻ ആപ്ലിക്കേഷനാണ്. ഇപ്പോൾ എന്താ കണ്ടോ, മുംബൈ വേഴ്സസ് സൺറൈസ് മാച്ചിൽ നമുക്കിവിടെ ഫ്രീ ആയിട്ടുള്ള ഗീവ് ഉണ്ട്. ഇതാണ്ടാ 0 റുപ്പീസാണ്, ഒരൊറ്റ രൂപ കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഫ്രീ ആയിട്ട് ഇവിടെ കയറി ജോയിൻ ചെയ്യാൻ പറ്റും. അതായത് ഫസ്റ്റ് വന്നതിനാൽ ടോട്ടൽ ഇവർ വിന്നിംഗ് എമൗണ്ട് കൊടുക്കുന്നത് 10,000 രൂപയ്ക്കാണ്. ചെറിയൊരു ആപ്പല്ല, എന്നാലും 10,000 രൂപ ഫ്രീ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമാണ്. സോ ഞാനൊരു ജോയിൻ ചെയ്തു, 0 റുപ്പീസ് കൊടുത്തു, ജോയിൻ ചെയ്തു. എന്താ ഈസി ആയിട്ട് ഞാൻ ജോയിൻ ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ ഭയങ്കര ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാലും ഓരോ ഭയങ്കരമായിട്ട് ഇവർ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുന്നത് ഒരുപാട് തരം വെറൈറ്റി കോൺടെസ്റ്റുകളും ഈ ഒരു ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. ഇതാണ്ടില്ലേ, H2 അല്ല H3, അതായത് നിങ്ങൾ നല്ല രീതിയിൽ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റിയ ഒരു കിടിലൻ ഓപ്ഷനാണ് ഈ ഒരു ഫോക്കസ് 11 എന്ന് പറയുന്നത്. 5+1 എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതായത് 5 പ്ലെയേഴ്സ്, നമുക്കൊരു ടീമിൽ 6 പ്ലെയേഴ്സിനെ പിക്ക് ചെയ്തിട്ട് ഒരു ടീം ഇറക്കാം. 11 പ്ലെയേഴ്സ് അല്ല, ഇവിടെ 6 പ്ലെയേഴ്സിനെ പിടിച്ചിട്ട് ടീം ഇട്ടിട്ട് നമുക്ക് ഇറക്കാൻ പറ്റും. ഇപ്പം നമുക്ക് വേണമെങ്കിൽ അപ്പോൾ ഇതാണ്ടല്ലേ, ഇതിൽ 2 മിക്സഡ് ആയിട്ട് ഇറക്കാം. മുംബൈൻ്റെ പ്ലെയേഴ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ ഇപ്പുറത്തെ പ്ലെയേഴ്സ് ഉണ്ടാവും. കുറച്ച് ക്രെഡിറ്റ്സ് തന്നിട്ടുണ്ടാകും. ആ ഒരു ക്രെഡിറ്റ്സിനനുസരിച്ചിട്ടായിരിക്കണം നമ്മളൊരു ടീം സെലക്ട് ചെയ്യേണ്ടത്. സെലക്ട് ചെയ്തു, സേവ് ചെയ്തു, സിമ്പിളാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ക്യാഷ് ഈസി ആയിട്ട് ക്യാഷ് ചെയ്യാൻ പറ്റുന്ന കിടിലൻ ഫീച്ചറാണ് ഈ 5-in-1. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ലിങ്ക് വഴി കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് 500 രൂപ കിട്ടും. അത് പാൻ കാർഡ് വെരിഫൈ ചെയ്യുമ്പോഴും ആധാർ വെരിഫൈ ചെയ്യുമ്പോഴും ഒക്കെ നിങ്ങൾക്ക് 100 രൂപ വെച്ച് ബോണസ് കയറിക്കൊണ്ടേയിരിക്കും. ആ ബോണസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് കളിക്കാൻ പറ്റും. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഫോക്കസ് 11 ട്രൈ ചെയ്തില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചോയ്സ് 11 ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് ക്യാഷ് ബോണസ് കിട്ടും. അപ്പോൾ നമ്മളെ
നിങ്ങൾ നമ്മുടെ ഇതുവഴിയാണ് കയറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 100-200 രൂപ കിട്ടും. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല, നമ്മുടെ ചോയ്സ് ലെവലും ട്രൈ ചെയ്ത് നോക്കുക. എൻട്രി ഫീസൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇവർ കുറവാണ് മേടിക്കുന്നത്. അതായത് നമ്മൾ ഡ്രീം ലെവലിലുള്ള അതേ സെയിം കോൺടാസ്റ്റ് എടുത്ത് നോക്കിയാൽ 3850 രൂപയ്ക്ക്. പക്ഷേ ഇവിടെ വന്നതിന് വെറും 3500 രൂപയ്ക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. 350 രൂപയുടെ ഡിഫറൻസ് ഒക്കെ ഭയങ്കര വലിയ ഡിഫറൻസ് ആണ്. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇതിനേപോലെ തന്നെ കുബേര ഫാൻറ്റസി ആണെങ്കിലും ഇതിലും ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഇത് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നില്ല, കുറച്ച് പേര് സ്കിപ്പ് ചെയ്യണം, കുറച്ച് പേര് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇതൊക്കെ ഞാൻ എന്തിനാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻട്രി ഫീസ് വളരെ കുറവാണ്, ഈസി ആയിട്ട് നിങ്ങൾക്ക് വിന്നാവാനും പറ്റും. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കുബേര ഫാൻ ഡ്രീം ഇലവൻ കളിക്കുന്നതിന് ഒരു ദിവസം മാറ്റിയിട്ട് ആ സെയിം എമൗണ്ട് കൊണ്ടുവന്ന് ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും ആപ്ലിക്കേഷനിൽ ഇട്ട് നോക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആണ്. കാരണം അത് നിങ്ങൾക്ക് ഇപ്പോഴേ ഇത് ലൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ എടുത്തെടുത്ത് പറയുന്നത്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഡ്യൂ ഓവർ ഓപ്ഷൻ ഉണ്ട്. 5 പ്ലേയേഴ്സിൻ്റെ ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ആരാണോ അവരെ നിങ്ങൾ പിക്ക് ചെയ്ത് തന്നെ ഈസി ആയിട്ട് നിങ്ങൾക്ക് വിന്നാൻ പറ്റും. ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ വിഷൻ 11 50,000 രൂപയ്ക്ക് ഫ്രീ ആയിട്ട് ഡെയിലി ഗിവ് കൊടുക്കുന്നുള്ള ഒരു ഏക ആപ്ലിക്കേഷനാണ്. ഇപ്പം ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ചിലവർക്കൊന്നും വിശ്വാസമില്ല, അത് കോൺടാസ്റ്റ് ഒന്നും കാണാനില്ല എന്നൊക്കെ എന്നോട് പറയും. ഞാൻ അതപ്പോൾ നോക്കിക്കോ, ഈസി ആയിട്ട് ഞാൻ ഇത് ജോയിൻ ചെയ്യാൻ പോകുന്നത് നോക്കിയോ. ഒരൊറ്റ രൂപ ഞാൻ പൈസ കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ? ഇപ്പോൾ ചുമ്മാ ഒരു ടീം ക്രിയേറ്റ് ചെയ്ത് ക്യാപ്റ്റന് വീസി ഇട്ട് ഇതാകണ്ട 0 റുപ്പീസ്, ഒരൊറ്റ രൂപ ഞാൻ കൊടുത്തില്ല, ഞാനിവിടെ ജോയിൻ ആയി. ഇതിൽ ഫസ്റ്റ് വന്ന 5000, 2000, 1000 അങ്ങനെയൊക്കെയാണ് പ്രൈസ് എമൗണ്ട് പോകുന്നത്. ആദ്യത്തെ 1000 പേർക്ക് വെറുതെ പൈസ കൊടുക്കുന്നുണ്ട്. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും വിഷൻ 11 ട്രൈ ചെയ്യുക. ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ബാക്ക് ടു പ്രിവ്യൂലോട്ട് വരാം. അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ കളിക്കാൻ പോകുന്ന 11 പ്ലേയേഴ്സ് ആരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മുടെ രാജസ്ഥാൻ റോയൽസിലോട്ട് കിടക്കാം. ജയ്സ്വാൾ, ദെൻ സഞ്ജു സാംസൺ, റിയാൻ പരാഗ്, ധ്രുവ് ജുവൽ, ദെൻ അതുപോലെ തന്നെ റോമൻ പോൾ, ഷിരോൺ ഹെറ്റ്മിയർ, രവിചന്ദ്ര അശ്വിൻ, ട്രെന്റ് ബോൾട്ട്, ആവേശ് ഖാൻ, യുവരേന്ദ്ര ചഹൽ, സന്ദീപ് ശർമ്മ, ഇത്രയും പേരാണുള്ളത്. ഇതിൽ ജോസ് ബട്ട്ലർ ആണ് ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വരാൻ ചാൻസസ് ഉള്ളത്. അതുപോലെ തന്നെ ഡൽഹി ക്യാപിറ്റൽസിലോട്ട് നോക്കുന്ന സമയത്ത് പൃഥ്വി ഷോ, അതുപോലെ തന്നെ ജെയ്ക്ക് ഫ്രെൻസർ, ദെൻ അഭിഷേക് ശർമ്മ, അഭിഷേക് പോരൽ, ദെൻ ഷായ് ഹോപ്പ്, ഋഷഭ് പന്ത്, അതുപോലെ തന്നെ ട്രിസ്റ്റൻ സ്റ്റബ്സ്, അസ്തർ പട്ടേൽ, കുൽദീപ് യാദവ്, റാസിഖ് സലാം, ദെൻ ലിസാഡ് വില്യംസ്, ഖലീൽ അഹമ്മദ്, ദെൻ അതുപോലെ തന്നെ കുമാർ കുഷങ്കർ. ഇതൊക്കെ ആരുടെ? ഞാൻ ഈ ലാസ്റ്റ് മാച്ചൊന്നും കണ്ടില്ല. സബ്സ്റ്റിറ്റ്യൂട്ട് പ്ലെയർ ആയിട്ട് വരാൻ ചാൻസുള്ള കുമാർ കുഷങ്കാര ആണത്ര. ബാറ്റിംഗ് ആണ് തോന്നുന്നു. കീ പ്ലേയേഴ്സ് ആയിട്ട് എടുത്ത് പറയാനുള്ള ഋഷഭ് പന്തും കുൽദീപ് യാദവാണ്. റീസെൻ്റ് ആയിട്ട് ഈ ഗ്രൗണ്ടിൽ നല്ല രീതിയിൽ റെക്കോർഡ്സ് ഉള്ള 2 പ്ലേയേഴ്സാണ്. സഞ്ജു സാംസണും അതുപോലെ തന്നെ വേറെ പറയാനുള്ളത് സഞ്ജു സാംസണും ചഹാലുമാണ്. 2 പേർക്ക് നല്ല റെക്കോർഡ്സ് ഉണ്ട്. ഇവിടെ നല്ല സ്പിന്നിങ്ങിന് ചില സമയത്ത് നല്ല ടേൺ വരാറുണ്ട്, വിക്കറ്റ്സ് വരാറുണ്ട് കേട്ടോ. ഇതിനേപോലെ തന്നെ ഓതേഴ്സ് പിക്കായിട്ട് മസ്റ്റ് പിക്കായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഋഷഭ് പന്തും സഞ്ജു സാംസൺ തന്നെയാണ്. ഇതിനേപോലെ തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ റൺസ് സ്കോർ ചെയ്ത പ്ലേയേഴ്സ് നോക്കുമ്പോൾ അതിൽ നമ്മുടെ ഋഷഭ് പന്തും ഡേവിഡ് വാർണറും ഉണ്ട്. ടോപ്പ് 5 നോക്കുമ്പോഴേ ഡേവിഡ് വാർണർ ഡൽഹി തന്നെയല്ലേ 1048 റൺസ് അടിച്ചിട്ടുണ്ട്. ഋഷഭ് പന്തും ഡൽഹി തന്നെയല്ലേ 930 റൺസ് എടുത്തിട്ടുണ്ട്. നല്ല റെക്കോർഡ്സ് ഉണ്ട് ഇവർക്ക്. സോ അവരെ നിങ്ങൾ തീർച്ചയായിട്ടും പിക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ കീ പ്ലേയേഴ്സ് ആയിട്ട് പറയുന്നത് നമ്മുടെ ജെയ്ക്ക് ഫ്രെൻസർ ആണ്. ഈ പുള്ളിയെ പറ്റി പറയുന്ന സമയത്ത് ജെയ്ക്ക് ഫ്രേസർ ആണ്. ഈ പുള്ളിയെ പറ്റി പറയുന്ന സമയത്ത് റീസെൻ്റ് ആയിട്ട് നല്ല പെർഫോമൻസ് ആണ്. കഴിഞ്ഞ 6 മത്സരങ്ങളിൽ നിന്ന് 259 റൺസാണ് അദ്ദേഹം നേടിക്കൊടുത്തുള്ളത്. അത് സ്ട്രൈക്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ 233, 200+ എബോ സ്ട്രൈക്ക് റേറ്റുള്ള ഒരു പ്ലെയർ ആണ്. നല്ല രീതിയിൽ പെർഫോമൻസ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഋഷഭ് പന്ത് ആണെങ്കിലും റീസെൻ്റ് ആയിട്ട് കളിക്കുന്ന പെർഫോമൻസ് ഒക്കെ അടിപൊളിയാണ്. അതുപോലെ തന്നെ ഇതുവരെ കുറച്ച് മത്സരങ്ങൾ കളിച്ചിട്ടുള്ളെങ്കിലും 11 മത്സരങ്ങൾ കളിച്ചിട്ട് 398 റൺസാണ് എടുത്തത്. അതുപോലെ തന്നെ വിക്കറ്റ് കീപ്പിംഗ് കൂടെ ചെയ്യുന്നതുകൊണ്ട് ഡ്യുവൽ അഡ്വാൻറ്റേജ് ആണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തെ നന്നായി പിക്ക് ചെയ്യുക, നല്ല രീതിയിൽ റൺസ് എടുക്കാൻ ചാൻസ് ഉണ്ട്, നന്നായി പിക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇതിനേപോലെ തന്നെ കുൽദീപ് യാദവ് ആണ്. അതുപോലെ തന്നെ അദ്ദേഹം അടിപൊളിയായിട്ട് ബോൾ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിൽ 10-11 മത്സരങ്ങളിൽ നിന്ന് വെറും 12 വിക്കറ്റ്സ് അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. 12 വിക്കറ്റ്സ് വേറൊന്നല്ല, 12 വിക്കറ്റ്സ് കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇതിനേപോലെ തന്നെ അസ്തർ പട്ടേൽ ആണെങ്കിലും 150 റൺസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 9 വിക്കറ്റ് ഡൽഹിക്ക് വേണ്ടി എടുത്തിരിക്കുന്നത്. ഈ ഒരു സീസണിൽ ഡൽഹിയിലത്തെ മെയിൻ ബോളർ ഒരു ഓൾറൗണ്ടർ എന്ന് ചോദിച്ചാൽ അസ്തർ പട്ടേൽ തന്നെയാണ്. അതുപോലെ തന്നെ കീ പ്ലേയേഴ്സായിട്ട് രാജസ്ഥാൻ റോയൽസിൽ നോക്കുന്ന സമയത്ത് ജോസ് ബട്ട്ലർ ആണ്. റീസെൻ്റ് ആയിട്ട് നല്ല പെർഫോമൻസ് ആണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ അദ്ദേഹം ഒരു മസ്റ്റ് പിക്കാനുണ്ട് നമ്മുടെ ടീമിലോട്ട്. അതുപോലെ തന്നെ റിയാൻ പരാഗ്, ഇയാളെ പറ്റി പറയുന്ന സമയത്ത് റീസെൻ്റ് ആയിട്ട് ഇദ്ദേഹവും നല്ലൊരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്.
മിനിമം എല്ലാ മത്സരങ്ങളെയും 50+ റൺസ് അദ്ദേഹം കരസ്ഥമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ 409 റൺസ് എടുത്തിട്ട് ഈ ഒരു സീസണിലാവും. സ്ട്രൈക്ക് റേറ്റ് 160 എന്നുള്ള ഒരു ലെവലിലാണ് അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ചഹാലാണെങ്കിലും റീസെൻ്റ് ആയിട്ട് അഗെയിൻസ്റ്റ് SRH ആയിട്ട് നല്ല പെർഫോമൻസ് ആണ്. കഴിഞ്ഞ 10 മത്സരങ്ങളിൽ നിന്ന് 13 വിക്കറ്റ്സ് ആണ് നമ്മുടെ രാജസ്ഥാന് വേണ്ടി നേടിക്കൊടുത്തുള്ളത്. അതുപോലെ തന്നെ സന്ദീപ് ശർമ്മയാണെങ്കിലും ഒരു ഗെയിമിനെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. ഹി വാസ് എ മസ്റ്റ് പിക്കാണ്. കാരണം റീസെൻ്റ് ആയിട്ട് നടന്ന മത്സരങ്ങളൊക്കെ നല്ല രീതിയിൽ വിക്കറ്റ്സ് അദ്ദേഹം എടുക്കുന്നുണ്ട്. സോ അദ്ദേഹം മസ്റ്റായിട്ട് നിങ്ങളുടെ ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ഒരു മോസ്റ്റ് റൺസ് എടുത്തത് നമ്മുടെ ഋഷഭ് പന്ത് തന്നെയാണ്. മോസ്റ്റ് വിക്കറ്റ്സ് എടുത്തതും അതുപോലെ തന്നെ അമിത് ശർമ്മയാണ്. സോ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് മേ ബി ഇറക്കുകയാണെങ്കിൽ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ടീം ഒന്ന് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ ഡൽഹി വേഴ്സസ് രാജസ്ഥാൻ റോയൽസ് തമ്മിലുള്ള മത്സരത്തിൻ്റെ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തന്നെ എനിക്ക് കുറച്ച് സന്തോഷമാവുമായിരുന്നു. ക്യാപ്റ്റൻസി നമ്മുടെ ടീം ആദ്യം തന്നെ നമ്മുടെ സഞ്ജു സാംസനെയും ഋഷഭ് പന്തും അതുപോലെ തന്നെ ജോസ് ബട്ട്ലറും 3 ആളെയും പിക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ ബൗളിങ്ങിൽ ഓൾറൗണ്ടേഴ്സ് പോകുമ്പോൾ റിയാൻ പരാഗ് നല്ലൊരു ഓപ്ഷനാണ്. മിഡിൽ ഓർഡർ പ്ലസ് നല്ല രീതിയിൽ ആവറേജ് ഉള്ള ഒരു പ്ലെയറാണ്. പെർ മാച്ച് 60 പോയിന്റ്സ് എങ്കിലും ആവറേജ് ഉണ്ടാവും. അതുപോലെ തന്നെ അസ്തർ പട്ടേൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ തന്നെ ജയ്സ്വാൾ, ഫ്രൻസർ, ദെൻ അതുപോലെ തന്നെ ട്രിസ്റ്റൻ സ്റ്റബ്സ്, ഈ 3 ആളെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ തന്നെ ബോളിംഗ് സെക്ഷനിൽ പോകുന്ന സമയത്ത് ട്രെന്റ് ബോൾട്ട് നല്ലൊരു ഓപ്ഷനാണ്. റീസെൻ്റായി കുറച്ച് ഫ്ലോപ്പ് ആണെങ്കിലും ഒരു മത്സരം ഫ്ലോപ്പ് ആണെങ്കിലും അദ്ദേഹം നല്ല രീതിയിൽ വിക്കറ്റ്സ് എടുക്കാനുള്ള ചാൻസസ് ഉണ്ട്. ട്രെന്റ് ബോൾട്ടും അതുപോലെ തന്നെ കുൽദീപ് യാദവും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണേൽ സന്ദീപ് ശർമ്മയോ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ DC-യിലാകുമ്പോൾ ഒരു ബോളറിനെ കൂടി ഇട്ട് കഴിഞ്ഞാൽ നന്നായി എല്ലാം കണക്ക് തന്നെ അല്ലേ. ശരിക്കും DC-ന്നൊരു മുകേഷ് കുമാർ ഉണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ്. അല്ലെങ്കിൽ നമുക്ക് കലീൽ അഹമ്മദോ സന്ദീപ് ശർമ്മ ആരെല്ലാം എടുക്കാം. ലാസ്റ്റ് ലൈനപ്പ് വരുന്ന സമയത്ത് ഒരു ചേഞ്ച് കൊണ്ടുവരാം കേട്ടോ തീർച്ചയായിട്ടും. ഇപ്പോൾ ക്യാപ്റ്റൻ VC കൊടുക്കാം. ക്യാപ്റ്റൻസ് ഞാൻ കൊടുക്കുന്നത് സഞ്ജു സാംസനെയാണ്. ഇതിനേപോലെ തന്നെ വൈസ് ക്യാപ്റ്റൻ പരാഗിനെ കൊടുക്കുന്നത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും എന്ന് എനിക്ക് തോന്നി. നമ്മുടെ രാജസ്ഥാൻ ഫസ്റ്റ് ബാറ്റിംഗ് ആണെങ്കിൽ ഈ ഒരു ടീം ക്ലിക്ക് എന്ന് പറഞ്ഞാലും പോരാ, പക്ക സെറ്റ് ആയിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ബൗളിങ്ങിൽ കുറച്ചുകൂടെ ബൗളേഴ്സിനെ കൊണ്ടുവന്ന് ഇടണം നമ്മുടെ ആറാറത്തെ. അപ്പോൾ ടീം സെറ്റായി. അപ്പോൾ നമ്മുടെ ടീം ഒന്ന് നോക്കാം. ജോസ് ബട്ട്ലർ, സഞ്ജു സാംസൺ, ഋഷഭ് പന്ത്, അതുപോലെ തന്നെ ഫ്രൻസർ, ദെൻ ജയ്സ്വാൾ, റിസ്റ്റൻ സ്റ്റബ്സ്, അസ്തർ പട്ടേൽ, അതുപോലെ തന്നെ റിയാൻ പരാഗ്, ട്രെന്റ് ബോൾട്ട്, സന്ദീപ് ശർമ്മ, കുൽദീപ് യാദവ്, ഇത്രയും പേരെ നമ്മുടെ ടീമിൽ. ജസ്റ്റ് ഒരു പ്രിവ്യൂ വീഡിയോ മാത്രമാണ്. ഫുള്ളി എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതുവരെ ഞാൻ ചെയ്തതിൽ വെച്ച് കുറച്ചുകൂടെ നല്ല രീതിയിൽ ബെറ്റർ ആയിട്ടാണ് ഞാൻ പെർഫോം ചെയ്തത്. സോ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും മാറ്റം ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ എല്ലാ ആപ്ലിക്കേഷനിലും ലിങ്ക് ഉണ്ട്. ഇതൊരു നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാത്തതിനും ട്രൈ ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഗുഡ് ബൈ ഫ്രണ്ട്സ്.